ഞാനിത് മൊത്തം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ നാളെ അടച്ച് വെച്ചിട്ട് നാളെ കാണാം കേട്ടോ. അടച്ച് വെച്ചിട്ട് നാളെ കാണാം. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നാളെ തേക്കുമ്പോൾ കാണാം. ഇന്ന് ഈ വീഡിയോ ഞാനിവിടെ ഇടുന്നുണ്ട് കേട്ടോ. ഇന്ന് ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പറ്റിയ നമ്മൾ ഇടും. പൊന്നുമക്കളെ, നമുക്ക് നമ്മുടെ ഡൈ നോക്കാം. ഇന്നലെ രാത്രി തയ്യാറാക്കി വെച്ച ഡൈ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ എന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ. ഫൈനൽ എന്താണെന്ന് കാണാം. ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ തയ്യാറാക്കി വെച്ച്, ഇന്നലെ രാത്രി എന്ന് പറയുമ്പോൾ ഒരു 10 മണി ഇപ്പോൾ 1 മണിയായി. അപ്പോൾ നിങ്ങൾ സമയം എത്രയെന്ന് കൂട്ടി നോക്കുക. 11, 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 1, 15 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. 10 മണിക്ക് റെഡിയാക്കി വെച്ചാൽ നിങ്ങളൊന്ന് സമയം കൂട്ടി നോക്കുക. ഇപ്പോൾ 1 മണിയായി, 15 മണിക്കൂറായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതിലോട്ട് എനിക്ക് എന്നും ഇപ്പോൾ 2 ദിവസം കൊണ്ട് നല്ല സമയമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ട് ഇച്ചിരി കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മൊത്തം കഷ്ടകാലം തന്നെ. 2 ദിവസത്തേക്ക് മുന്നേ മെനഞ്ഞാന്നെന്തോ ആണെന്ന് തോന്നുന്നു, ഞാൻ എണ്ണ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബൗളെടുത്ത് എണ്ണ തേച്ചുകൊണ്ടിരിക്കെ ലാസ്റ്റ് വന്ന് എണ്ണ തേക്കാനും കയ്യിൽ നിന്ന് വീണ് കുപ്പി പൊട്ടി ചിഹ്നം. പിന്നെ ഇന്ന് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടല്ലോ. ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇച്ചിരി സ്പ്രേ എടുത്ത് അടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാ. ഇതുപോലത്തെ ഒരു സ്പ്രേ കുപ്പി കയ്യിൽ നിന്ന് വീണ് അത് ചിഹ്നം പിന്നായി. രാവിലെ ഒതുക്കാനൊന്നും സമയം കിട്ടില്ല. ഞാൻ എന്തെന്നറിയാം, ചൂലെടുത്ത് തൂത്തൊരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് ജോലിക്ക് പോയി. ഇപ്പോൾ വന്നിട്ടാണ് അതിനെ ക്ലിയർ ആക്കിയത്. അപ്പം നമ്മുടെ ഡൈ ഞാൻ ഒരു അരമണിക്കൂറൂടെ അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒരു 2 മണിയാകുമ്പോൾ നമുക്ക് തലയിലോട്ടിത് അപ്ലൈ ചെയ്യാം. ഇപ്പം തന്നെ 1:15 എന്തോ ആയെന്ന് തോന്നണം. 1:15 1:20 ആയി തോന്നുന്നു സമയം. ഇപ്പോൾ ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യാം. മീൻ കറി വയ്ക്കണം. അതപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് തലയിലോട്ട് വയ്ക്കാം. ഫോൺ ലൈവ് വയ്ക്കണോ ഇല്ലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം. ഫോൺ ലൈവ് വെച്ചാൽ തലയിൽ തേക്കാൻ പറ്റുന്നത് കാണിക്കാൻ പറ്റത്തില്ല. തലയിൽ തേക്കാൻ പറ്റുന്നത് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തേച്ചതിന് ശേഷമെങ്കിലും നിങ്ങളെ കാണിക്കാം കേട്ടോ. ചിലപ്പോൾ ഞാൻ ലൈവ് വയ്ക്കും കേട്ടോ. ലൈവ് വെച്ചിട്ട് അടുക്കളയിൽ പാചകം ചെയ്തിട്ട് തലയിലോട്ട് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ, പറ്റുമെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ ഫോണെങ്കിലും എടുത്തൊന്ന് തലയിൽ അപ്ലൈ ചെയ്യുന്നത് കാണിക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ തേച്ചതിന് ശേഷം കുളിക്കാൻ സമയത്തെങ്കിലും നിങ്ങളെ കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ. കണ്ടോ, നമ്മൾ ഇതുണ്ടല്ലോ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഡൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ടൊന്ന് കോരി സെറ്റാക്കിയിട്ട് കാണിച്ച് തരാം. കാരണം ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചതിലിരിപ്പുണ്ട്. ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ എടുക്കാം. ഇതതിലിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇടുന്നതും കൂടെ കാണാം. കുറച്ചിടുന്നതേ കാണിക്കുന്നുള്ളൂ. എല്ലാം കൂടെ നിങ്ങളെ കാണിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഡൈ അടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഡൈ അടിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ തലയുടെ അവസ്ഥയൊക്കെ നമ്മൾ കാണിച്ച് തരാം. കണ്ടോ. കണ്ണട ഇല്ലാത്തതുകൊണ്ട് കാണാനും പറ്റത്തില്ല കേട്ടോ. എനിക്ക് കണ്ണടയില്ലാത്തത് കൊണ്ട് കാണാൻ പറ്റത്തില്ല. കുപ്പി പിടിക്കാനേ പേടിയാണേ. പിടിക്കാനേ പേടി.
ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫോണുണ്ടല്ലോ, ലൈവ് ഇരിക്കുന്നു. കെമിക്കൽ ഡൈ അല്ലാത്തതുകൊണ്ടേ ഗ്ലൗസിൻ്റെ ഒന്നും ആവശ്യമില്ല. കെമിക്കൽ ഡൈ അല്ലാത്തതുകൊണ്ട് ഗ്ലൗസിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പം ശരി, ഞാൻ ഫുള്ള് അടിച്ചുകൊണ്ട് നിന്നാലേ വീഡിയോക്ക് ലെന്ത് കൂടും. അപ്പോൾ എന്തായാലും ഫുള്ളൊക്കെ അടിച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം കാണാം കേട്ടോ. കാരണം ചേട്ടൻ്റെ ഫോണാണിത്, അപ്പോൾ എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫുള്ള് അടിച്ചിട്ട് നിങ്ങളെ കാണിച്ച് തരും. ചിലപ്പോൾ ഉണങ്ങിയതിന് ശേഷമായിരിക്കും കാണുന്നത്, അതല്ലാന്നെങ്കിൽ ഉണങ്ങിയതിന് മുമ്പേ കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അപ്പം നമ്മൾ നേരത്തെ തന്നെ ചേട്ടൻ്റെ ഫോണിലാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ ഡൈ ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂർ കഴിയുമ്പം, ഇപ്പോൾ ഏതാണ്ട് ഇട്ടിട്ട് അരമണിക്കൂറായി കേട്ടോ. അപ്പോൾ ഇനി 1 മണിക്കൂറൂടെ കഴിഞ്ഞിട്ട് കുളിക്കണം. ഇപ്പോൾ ലൈവൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതെടുത്തത്. ഒരു മണിക്കൂറൂടെ കഴിഞ്ഞിട്ട് കുളിക്കാം. അപ്പോൾ അതിന് മുമ്പേ കുളി കഴിഞ്ഞിട്ട് ഒരു സംഭവം കൂടെ ചെയ്യണമെന്നുണ്ട്. അത് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കാം. പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും നമ്മളെ ഡൈ ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ കുളിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. ഇതിൻ്റെ തുടർ വീഡിയോ ഇനി വരുന്നതായിരിക്കും. അത് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ 1-ാം ഘട്ടം കാണിച്ചു, ഇതിപ്പോൾ 2-ാം ഘട്ടം, അടുത്ത 3-ാം ഘട്ടം വരുന്നതായിരിക്കും. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടാലേ കാണുന്ന നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കാൻ നമുക്ക് വയ്യ. 10-25 മിനിറ്റ് വീഡിയോ ഇട്ട് നിങ്ങളെ വെറുപ്പിക്കാൻ എനിക്ക് തീരെ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ 2-3 സ്റ്റെപ്പായിട്ട് നിങ്ങളെ കാണിക്കുന്നത്. 1-ാം സ്റ്റെപ്പ് ഇന്നലെ നമ്മൾ തേയില വെള്ളത്തിലും ഗ്രാമ്പു ഇലക്കെ ഇട്ട് പിന്നെ ഹെന്ന പൗഡർ കുറുക്കിയെടുത്തത് കണ്ടിട്ടുണ്ട്. 2-ാം വട്ടം ഇന്ന് നമ്മൾ 15 മണിക്കൂർ കഴിഞ്ഞ് അതിനെ തുറന്ന് നോക്കി. നമ്മൾ അതിലോട്ട് പിന്നെ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് മിക്സാക്കി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞത് ഇടുന്നത് കണ്ടു. അപ്പോൾ ഇനി നമ്മളിനി കുളിക്കാൻ പോകുന്നുണ്ട്. 1-1.5 മണിക്കൂറായിട്ടുണ്ട് ഞാൻ ഇട്ടിട്ട്. കുളിക്കാൻ പോകുന്നുണ്ട്. കുളിച്ചിട്ട് വന്നതിന് ശേഷം ചെയ്യാനൊരു സംഭവം കൂടെ ഉണ്ട്. കുളിച്ച് വന്ന് മുടിയൊക്കെ ഇത്തിരി ഉണങ്ങിയതിന് ശേഷം ഒരു ഐറ്റം കൂടെ ചെയ്യണം. അത് നാളത്തെ വീഡിയോയിൽ, ഇന്നത്തെ വീഡിയോയിലല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അതെ.